സർക്കാരിന്റെ മദ്യനയം മൂലം ആശയറ്റവരുടെ ദുഃഖമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഴങ്ങിക്കേട്ടത്. മദ്യത്തിനെതിരെ ശബ്ദിക്കാൻ ആയിരങ്ങളുണ്ടെങ്കിലും മദ്യപാനികൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാത്തതിനെ തുടർന്നാണ് കോട്ടയം ഇല്ലിക്കൽ സ്വദേശി അജിത് മാത്യുവും അയൽക്കാരനും ക്ലാസ്മേറ്റ് കൂടിയായ ലൂക്കോസ് മാത്യുവും കൂടി മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത്. ഒന്നാം നമ്പർ ശത്രു ആരാണെന്നതിൽ ഇവർക്ക് സംശയം തെല്ലുമില്ല. VM സുധീരനെതിരെ മനുഷ്യാവകാശ ലംഘനത്തിന് കേസ് കൊടുക്കാൻ പോവാം. മനുഷ്യാവകാശ ലംഘനത്തിന് മദ്യം ഉപയോഗിക്കുന്നവർക്ക് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഫംഗ്ഷന് ഞങ്ങളിപ്പോൾ ഒരു കല്യാണം വരുന്നു, ഞങ്ങളവിടെ എന്ത് മദ്യത്തിന് വേറെ എന്താ വിളമ്പാനുള്ളത്? അതേ അതൊന്ന് പറഞ്ഞു തരണം. ചായ, കാപ്പിയോ, പാലോ എല്ലാം വിളമ്പാൻ പറ്റുമോ നമുക്ക്? തങ്ങളെ ഈ വിധമാക്കിയ രാഷ്ട്രീയക്കാരോടുള്ള അതൃപ്തിയും ഇവർ മറച്ചുവെച്ചില്ല. എന്നാൽ സർക്കാരിനോടും രാഷ്ട്രീയക്കാരോടും ഇവർക്ക് പറയാൻ ഒന്നേയുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞ ഏകാധിപത്യമാണ്. നമ്മൾ ജയിപ്പിച്ച് നേതാക്കന്മാരാക്കി നമ്മൾ മിനിസ്റ്ററും MLA യും MP മാരും ആക്കി നമുക്കെതിരെ തിരിക്കുക. പറയാനുള്ള ഇതേ ഉള്ളൂ, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും സാധാരണ ആൾക്കാർ പാവങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിഴച്ചു പോകട്ടെ. മദ്യരഹിത കേരളത്തെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം മദ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പം ആഹാരമൊക്കെ ഫുള്ള് നിന്ന് പോകുമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. സർക്കാർ കാണിക്കുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനത്തെ കൂടുതൽ മദ്യപാനികളെ ഉൾപ്പെടുത്തി പ്രതിരോധിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. PL കിരൺ, മീഡിയ 1, കോട്ടയം.